ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് പാർവതിയും അച്ഛമ്മയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഓമനക്കുട്ടനെയാണ്. ഓമനക്കുട്ടൻ ചേട്ടാ, ഇത്തിരി കൂടി സ്പീഡിൽ പോകാമോ എന്ന് പാറു ചോദിക്കുമ്പോൾ അച്ഛമ്മ പറയുക, നീ എന്തിനാ മോളെ ഇങ്ങനെ വിഷമിക്കുന്നത്? അവിടെ അവന്റെ അടുത്ത് ഗോപിയും വിപിനും എല്ലാവരും ഉണ്ടല്ലോ. ഇത് കേൾക്കുന്ന പാറു കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. തുടർന്ന് ഓമന പറയുകയാണ്, ആ ജാസ്മിൻ പിന്നാമ്പുറത്തു കൂടി പോയെന്നല്ലേ പറഞ്ഞു കേട്ടത്. എനിക്ക് തോന്നുന്നത് അവള് വല്ല ആത്മഹത്യം ചെയ്യാൻ പോയതായിരിക്കും. അപമാനം താങ്ങാനാകാതെ അങ്ങനെ അവര് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജാസ്മിനെയാണ്. ജാസ്മിൻ വിശാലിന്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. പാർവതി പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓർത്ത് ദേഷ്യത്തോടെ ജാസ്മിൻ തന്റെ മുറിയിലേക്ക് പോകുന്നു. അങ്ങനെ മുറിയിലേക്ക് കയറി കഥ കടക്കുകയാണ് ജാസ്മിൻ. തുടർന്ന് അങ്ങോട്ടേക്ക് പ്രഭാവതിയും വിനയും ജിതിനും കൂടി എത്തുന്നു. അതേസമയം ദേഷ്യത്തോടെ മുറിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ജാസ്മിൻ. ജാസ്മിൻ കഥക് തുറക്ക് ജാസ്മിൻ എന്ന് പറഞ്ഞ് ജിതിനും പ്രഭാവതിയും ഒക്കെ കൂടി കഥകിൽ തട്ടുമ്പോൾ അവിടെ ഇരിക്കുന്ന ജഗ്ഗിൽ നിന്ന് കുറച്ച് വെള്ളം ഇലക്ട്രിക് ഫ്ലാസ്കിലേക്ക് ഒഴിച്ച് ചൂടാക്കാൻ വെക്കുകയാണ് ജാസ്മിൻ. അതേസമയം അങ്ങോട്ടേക്ക് ഗാർഗി വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല അവള് ഡോറ് ഉള്ളിൽ നിന്നും പൂട്ടിയിരിക്കുകയാണോ? എങ്കിലുറപ്പാ ജാസ്മിൻ ഇപ്പൊ തന്നെ സൂയിസൈഡ് ചെയ്യും. ഇത് കേൾക്കുന്ന പ്രഭാവതിയും ജിതിനും ഒരു ഞെട്ടലോടെ നിന്നിട്ട് ജാസ്മിൻ കഥക് തുറക്കെന്ന് പറഞ്ഞ് കഥകിൽ തട്ടിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ജാസ്മിൻ. ജാസ്മിൻ നീ വാതിൽ തുറക്ക് ജാസ്മിൻ എന്നൊക്കെ ജിതിൻ പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, ഈ ബോധമില്ലാത്തവള് എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി നീ ഇങ്ങനെ പാനിക് ആകാതെ മോനെ, എല്ലാവരും ഒന്ന് മാറിക്കേ എന്ന് പറഞ്ഞ് ഗാർഗി ചെന്ന് ജാസ്മിന്റെ കഥകിൽ തട്ടിയിട്ട് പറയുകയാണ്, ജാസ്മിൻ ഞാനാ ഗാർഗിയാ, എങ്ങനെ സൂയിസൈഡ് ചെയ്യാനാ നിന്റെ പ്ലാൻ? തൂങ്ങാനാണോ നീ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഫാനിൽ തൂങ്ങാനാണെങ്കിലേ ഒന്ന് സൂക്ഷിക്കണേ. ഇതേ പഴയ വീടാണ്, ഫാൻ പൊട്ടി നിന്റെ തലയിൽ വീഴാനേ സാധ്യത കൂടുതലുണ്ട്. എന്നാൽ അതേസമയം ജാസ്മിൻ അകത്ത് ചായ ഉണ്ടാക്കുകയാണ്. അല്ല നിന്റെ കയ്യിൽ വിഷമുണ്ടെങ്കിലേ അതായിരിക്കും നല്ലത്. പിന്നെ എല്ലാം നിന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ ഗാർഗി പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, ഗാർഗി മനസ്സത്ര വിഷമിച്ചിട്ടാണ് അവൾ അതിന്റെ അകത്ത് കയറി കഥ കടച്ചിരിക്കുന്നത്. മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷം കണ്ടെത്താൻ നിനക്ക് എങ്ങനെയാ മനസ്സ് വരുന്നത്? അമ്മ തന്നെ എന്നോട് ഈ ചോദ്യം ചോദിക്കണം. ഒരു പെൺകുട്ടിയെ മനസ്സ് പൊട്ടി കുറെ നാൾ നമ്മുടെ വീട്ടിലൂടെ നടന്നതാ. എന്താ അമ്മ അതൊന്നും കണ്ടില്ലായിരുന്നു? പാർവതിയോട് നിങ്ങളാരും കാണിക്കാത്ത മനുഷ്യത്വം എന്തിനാ ഞാൻ ഇവളോട് കാണിക്കുന്നത്? ജാസ്മിൻ ദൈവം പണി തന്നു തുടങ്ങിയെന്ന് ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ. ഏതായാലും നീ സൂയിസൈഡ് ചെയ്യാൻ പോവുകയല്ലേ? അത് ലൈവായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ കാണിച്ചാലേ എനിക്ക് സബ്സ്ക്രൈബേഴ്സും കിട്ടും, വ്യൂസും കിട്ടും, എനിക്ക് കൂടുതൽ ഇൻകം കിട്ടുകയും ചെയ്യും. ഒന്ന് ചീഞ്ഞാല് മറ്റേതിന് വളമാണെന്ന് നീ കേട്ടിട്ടില്ലേ? ഞാൻ എൻ്റെ ക്യാമറ എടുത്തിട്ട് വരുന്നവരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യാമോ എന്ന് ഗാർഗി ചോദിക്കുമ്പോൾ ജിതിൻ പറയുകയാണ്, ആൻറ്റിയുടെ മരുമകളായിപ്പോയി. വേറെ ആരെങ്കിലും ആയിരുന്നു ഇത് പറഞ്ഞിരുന്നെങ്കിൽ അവരുടെ നാവ് പിഴുതെടുത്ത് ഞാൻ പട്ടിക്കിട്ട് കൊടുത്തേനെ. വിനയ് നീ ഇവളെ പിടിച്ചോണ്ട് പോയേ എന്ന് പ്രഭാവതി പറയുമ്പോൾ വിനയ് ഗാർഗിയുടെ കയ്യിൽ പിടിക്കാൻ ഒരുങ്ങുകയാണ്. വേണ്ട വേണ്ട, കയ്യാങ്കളിയൊന്നും വേണ്ട. ഞാനേ 2 ഡയലോഗ് പറയാൻ വേണ്ടി തന്നെ ഇങ്ങോട്ടേക്ക് വന്നത്. അത് കഴിഞ്ഞു, ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. ഞാൻ പോയിക്കോളാം. അപ്പോൾ ഹാപ്പി ജേണി ജാസ്മിൻ. അത്രയും പറഞ്ഞിട്ട് ഗാർഗി അവിടെ നിന്ന് പോകുമ്പോൾ ജാസ്മിൻ കഥക് തുറക്കെന്ന് പറഞ്ഞ് പ്രഭാവതി കഥകിൽ തട്ടിക്കൊണ്ടേയിരിക്കുന്നു. തുടർന്ന് ജിതിൻ പറയുകയാണ്, എല്ലാവരെയും ഫേസ് ചെയ്യാനുള്ള മടി കാരണമായിരിക്കും ഇവള് കഥ കടച്ചകത്തിരിക്കുന്നത്. ആൻറ്റി പോയിക്കോ, ഞാൻ നോക്കിക്കോളാം. അതേസമയം അകത്ത് ജാസ്മിൻ പറയുകയാണ്, ജാസ്മിൻ ആത്മഹത്യ ചെയ്യാനോ ഈ നിസാര കാര്യത്തിന്? ജാസ്മിനെ തീയിൽ കുരുത്തവളാണ്, ഏത് പൊരിവെയിലും വാടാതെ നിൽക്കും. അല്ലാതെ ആത്മഹത്യ ചെയ്യാനൊന്നുമല്ല, കൊല്ലാൻ വേണ്ടിയാ ഞാൻ ഈ വീട്ടിൽ വന്നത്. 100 കോടി സാമ്രാജ്യത്തിന്മേൽ സുഖിച്ചു കിടന്നുകൊണ്ട് എതിർക്കുന്നവരേക്ക് കൊല്ലാൻ വേണ്ടി. വൈകാതെ ഞാനത് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കും. പക്ഷേ ഇതുപോലെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ എന്നോടാർക്കും ഒരു സിമ്പതിയും തോന്നില്ല. സിമ്പതി കിട്ടിയാലേ എനിക്ക് ജയിക്കാൻ സാധിക്കൂ. അതിനുവേണ്ടി ഞാൻ എന്ത് നാടകവും കളിക്കും. എനിക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, 100 കോടി. വിശാലിന്റെ മുന്നിൽ കഴുത്ത് നീട്ടിക്കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്ന 100 കോടി, അത് എൻ്റെ കൈപ്പിടിയിലാകുന്നതുവരെ ഞാൻ നാടകം തുടർന്നു കൊണ്ടേയിരിക്കും. പിന്നീട് കാണിക്കുന്നത് സിറ്റി ഹോസ്പിറ്റലാണ്. ഡോക്ടർമാര് വിശാലിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഗോപിനാഥൻ വിപിനോട് പറയുകയാണ്, മോനെ അച്ഛൻ എന്താണെന്നറിയത്തില്ല, എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നത് പോലെ ഒരു ടെൻഷൻ. അച്ഛൻ ഇങ്ങനെ ഓവർ ടെൻഷൻ ആകാതെ. ഡോക്ടർ പറഞ്ഞത് അച്ഛൻ ഓർമ്മയില്ലേ, ഇങ്ങനെ കൂടുതൽ വിഷമിക്കാൻ പാടില്ലെന്ന്. കൺമുന്നിൽ നടക്കുന്നതൊക്കെ ചങ്കു പൊട്ടുന്ന കാര്യമല്ലേ മോനെ. വിശാലേട്ടൻ ഒന്നും വരില്ല, നമ്മുടെയൊക്കെ പ്രാർത്ഥനയില്ലേ അച്ഛാ. പിന്നീട് കാണിക്കുന്നത് പാറുവിനെയാണ്. പാറു ഉദയനൂരമ്മയോട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ കണ്ണടയുന്നവരെ ഈ താലി എൻ്റെ കഴുത്തിൽ തന്നെ ഉണ്ടാകണമേ എന്നല്ലേ ഞാൻ പ്രാർത്ഥിക്കാറ്. മരിക്കുന്നതുവരെ അദ്ദേഹത്തെ കാണാനുള്ള ഭാഗ്യം തരണേ എന്ന് മാത്രമാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രാർത്ഥന. എൻ്റെ ജീവൻ വേണമെങ്കിൽ ദേവി എടുത്തോളൂ, എൻ്റെ ഭർത്താവിൻ്റെ ജീവന് ഒരാപത്തും വരുത്തരുത്. അതേസമയം വിശാലിന്റെ മുറിവൊക്കെ ഡ്രസ്സ് ചെയ്യുകയാണ് ഡോക്ടർമാര്. ജാസ്മിൻ എല്ലാവരും പോയി, നീ കഥക് തുറക്കെന്ന് ജിതിൻ പറയുമ്പോൾ ജാസ്മിൻ കഥക് തുറക്കുന്നു. തുടർന്ന് ജിതിൻ അകത്തേക്ക് കയറിയിട്ട് കഥ കടക്കുകയാണ്. നീ എന്താണെങ്കിലും സൂയിസൈഡ് ചെയ്യില്ലെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ഇത്ര വിളിച്ചിട്ട് നീ കഥക് തുറക്കാഞ്ഞപ്പോഴേ ഞാനൊന്ന് പേടിച്ചുപോയി. വിവാഹം മുടങ്ങി, വിശാൽ ഹോസ്പിറ്റലിലുമായി. പാവം ജാസ്മിൻ ഇതൊക്കെ എങ്ങനെ താങ്ങുമെന്നുള്ള വിഷമമായിരിക്കും പ്രഭാവതി ആന്റിയുടെയും മക്കളുടെയും മനസ്സിൽ. ഞാൻ മുറിയിലിരുന്നതോടെ അവരുടെ സഹതാപം ഇരട്ടിയായിട്ടുണ്ടാകും. ഞാനും അതുമാത്രമാ ഉദ്ദേശിച്ചത്.
നിനക്ക് വിഷമമൊന്നുമില്ലേ എന്ന് ജിതിൻ ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, വിഷമമുണ്ട്. അയാൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടായിരുന്നു ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാകില്ലായിരുന്നു. നമ്മുടെ കാര്യവും പെട്ടെന്ന് നടന്നേനെ. ബൊക്കയുടെയോ മറ്റോ ഒരാവശ്യവും വരില്ലായിരുന്നു. ഒരു തുള്ളി വിഷം കൊണ്ട് അയാളുടെ നാക്കിൽ ഇറ്റിച്ചാൽ പോരായിരുന്നോ? പോലീസ് അന്വേഷണം പോലും ഉണ്ടാകില്ലായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും നടന്നില്ലല്ലോ. ഇത് കേൾക്കുന്ന ജിതിൻ പറയുകയാണ്, ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ ആളെ കൊല്ലാൻ നീ മിടിക്കുകയാണെന്നേ എനിക്കറിയാം. നിന്റെ ബുദ്ധി കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്നും പുറത്തിറങ്ങി നടക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്കൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ആരും കണ്ടുപിടിക്കില്ലെന്ന് കരുതിയ ആ പൂക്കളുടെ രഹസ്യം പാർവതി കണ്ടുപിടിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെ സംഭവിച്ചതാണെന്ന് ജാസ്മിൻ പറയുന്നു. നമ്മൾ അല്പം സൂക്ഷിച്ചിരുന്നെങ്കിലേ അരവിന്ദൻ റിപ്പോർട്ടുമായിട്ട് മണ്ഡപത്തിലേക്ക് വരത്തില്ലായിരുന്നു. എൻ്റെ വിവാഹവും നടന്നേനെ. വിശാലിൻ്റെ അടുത്ത് നീ ഇപ്പോൾ ഉണ്ടാകണം. പാർവതി ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. നീ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലാൻ നോക്ക്. പാർവതിയെ വിശാലിൻ്റെ അടുത്ത് നിൽക്കാൻ നീ സമ്മതിക്കരുത്. ഒരു ഭാര്യയെപ്പോലെ നീ വേണം അവനെ നോക്കാൻ. അവൻ്റെ മനസ്സിലെ നിന്നോട് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ പറ്റുന്ന അവസരമാണിത്. വേഗം അങ്ങോട്ടേക്ക് ചെല്ലാൻ നോക്കെന്ന് പറഞ്ഞ് ജിതിൻ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയെയും വിനയെയുമാണ്. എന്താ അമ്മ കരുതുന്നുണ്ടോ ജാസ്മിൻ സൂയിസൈഡ് ചെയ്യുമെന്ന്? അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല മോനെ. പക്ഷേ എനിക്കിപ്പോൾ അറിയേണ്ടത് ഒരു കാര്യമാണ്. വിശാൽ പറഞ്ഞത് ഗായത്രിയുടെ ആത്മാവിനെ കണ്ടെന്നല്ലേ? അത് ശരിയായിരിക്കുമോ? അത് ചിലപ്പോൾ അമ്മയെ പാർവതി ആത്മാക്കളെ കാണുന്നെന്ന് പറയുമല്ലോ, അതേപോലെ അവനെ കൊണ്ട് പറയിപ്പിച്ചതാകും. എന്താണെങ്കിലും നമുക്കാദ്യം ഹോസ്പിറ്റലിൽ എത്തണം. ഇല്ലെങ്കിലേ പാർവതിയുടെ വിളയാട്ടം അവിടെയും ഉണ്ടാകും. ഞാൻ എന്താണെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. നീ ഇവിടെ തന്നെ ഉണ്ടാകണം. ജാസ്മിൻ്റെയും ജിതിൻ്റെയും നീക്കങ്ങൾ നീ നോക്കിക്കോണം. അത്രയും പറഞ്ഞിട്ട് പ്രഭാവതി അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് പാർവതിയും അച്ചമ്മയും കൂടി ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നതാണ്. വിശാലിന് ഇപ്പോഴും ബോധം വന്നിട്ടില്ല. അബോധാവസ്ഥയിൽ കിടക്കുന്ന വിശാലിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നൈൻസ് ക്രിയേഷൻസ്.